ഹായ്, വെൽക്കം ടു ഷൈൻസിയാൻ ആർട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഹെഡ് ബാൻഡ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ്. ഇത് മെറ്റൽ ഹെഡ് ബാൻഡ് ആണ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെഡ് ബാൻഡ് ആണിത്. ഇത് നോർമൽ ഹെഡ് ബാൻഡിനെ കാട്ടിലും ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ക്ലിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ക്ലിപ്പ് ഇങ്ങനെ പൊക്കിയിട്ട് നമുക്ക് ഇതിനുള്ളിൽ മുടി വയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഓരോരോ ക്ലിപ്പിനെ ഇങ്ങനെ പൊക്കിയിട്ട് നമുക്ക് ഇതിനുള്ളിൽ കൂടി മുടിനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് മുടി സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ഹെഡ് ബാൻഡാണ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെഡ് ബാൻഡാണ്. ഇത് മെറ്റൽ ഹെഡ് ബാൻഡാണ്. മെറ്റലിൽ ഞാൻ ബേസ് കവർ കൊടുത്തിട്ട് പിന്നെ അതിൽ 5 ഫ്ലവേഴ്സ് ഗ്ലൂ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ക്ലിപ്പിന് പുറത്ത് 5 ഫ്ലവേഴ്സ് ഗ്ലൂ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഹെഡ് ബാൻഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ക്രൂഷ്യ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് ബാൻഡാണ്. അപ്പോൾ നമുക്ക് ഈ ഹെഡ് ബാൻഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോവാം. ഹെഡ് ബാൻഡ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് ഗ്രീൻ കളർ യാൺ, വൈറ്റ് കളർ യാൺ ആൻഡ് യെല്ലോ കളർ യാൺ. ഈ 3 യാണും കോട്ടൺ യാണാണ്, 4 പ്ലൈ കോട്ടൺ യാണാണ്. പിന്നെ വേണ്ടത് ഹുക്ക്, 2.5 mm സൈസ് ഹുക്കാണ്. പിന്നെ സിസർ, യാൺ നീഡിൽ, ഇതുപോലത്തെ മെറ്റൽ ഹെഡ് ബാൻഡ്, ഇതുപോലത്തെ ക്ലിപ്പും വേണം. ഞാൻ 5 ക്ലിപ്സാണ് എടുത്തിരിക്കുന്നത്. 4 എണ്ണം ചെറുതും 1 വലിയൊരു ക്ലിപ്പുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. വലിയ ക്ലിപ്പ് നമുക്ക് സെൻറ്ററിൽ വയ്ക്കാനാണ്. അപ്പോൾ നമുക്കിനി ഹെഡ് ബാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഹെഡ് ബാൻഡ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് മെറ്റൽ ഹെഡ് ബാൻഡിൻ്റെ കവർ ചെയ്യണം. കവർ ചെയ്യാനായിട്ട് ഗ്രീൻ കളർ യാണ് എടുക്കുക. ഗ്രീൻ കളർ യാണ് എടുത്തിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മാജിക് റിംഗ് ആണ്. മാജിക് റിംഗ് ചെയ്യേണ്ട ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതാണ് മാജിക് റിംഗ്. മാജിക് റിംഗിനുള്ളിൽ ഇനി 7 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3 4 5 6 7 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. റിങ്ങിനെ ക്ലോസ് ചെയ്യാനായിട്ട് ടെയിൽ യാണിനെ പിടിച്ച് വലിച്ചാൽ മതി. നല്ലതുപോലെ വലിച്ച് നല്ലതുപോലെ തന്നെ ടൈറ്റ് ചെയ്യണം. നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് റൗണ്ട് ക്ലോസ് ചെയ്യണില്ല, സ്പൈറൽ റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇടണം. ഇത് നമ്മുടെ സെക്കൻഡ് റൗണ്ടാണ്. ആദ്യം മാജിക് റിംഗ് ചെയ്തു. മാജിക് റിംഗ് ചെയ്തിട്ട് ഫസ്റ്റ് റൗണ്ടിൽ 7 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി സെക്കൻഡ് റൗണ്ടിലും 7 സിംഗിൾ ക്രോഷ്യ. ഈ 7 സിംഗിൾ ക്രോഷ്യയാണ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പോകുന്നത്. വേറെ സ്റ്റിച്ചൊന്നും ചെയ്യുന്നില്ല. Three, 4 5 6 7. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. സെക്കൻഡ് റൗണ്ട് എൻഡായി. സെക്കൻഡ് റൗണ്ട് എൻഡാവുമ്പോഴും സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യേണ്ട. നെക്സ്റ്റ് റൗണ്ട്, തേർഡ് റൗണ്ടിലും 7 സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകണം. നമുക്ക് എത്ര ലെങ്ത് വരെ വേണോ അത്രയും ലെങ്ത് വരെ ചെയ്യണം. പിന്നെ ഇത് മറിച്ച്
നല്ല വശം ഇങ്ങനെ ആക്കി വെക്കണം. അപ്പോൾ തന്നെ നമുക്ക് രണ്ടാമത് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് തേർഡ് റൗണ്ടിലും ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ ഒരു സിംഗിൾ ക്രൂഷ്യ ഇട്ട് സിംഗിൾ ക്രൂഷ്യ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ആദ്യം 2-3 ഒരു 5 റൗണ്ട് വരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ആദ്യം ഒരു 5 റൗണ്ട് വരെ ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നല്ല വശം ശരിയാക്കി വെച്ചിട്ട് റൗണ്ടിനെ ശരിയാക്കി വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. വേറെ ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. വെറും സിംഗിൾ ക്രൂഷ്യ മാത്രം. 7 സിംഗിൾ ക്രൂഷ്യ, കൗണ്ടും തെറ്റരുത്. 7 സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ടാണ് നമ്മുടെ മെറ്റൽ ബാൻഡിൻ്റെ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ. ഈ മെറ്റൽ ഉണ്ടല്ലോ, ഈ മെറ്റലിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെ എത്ര ലെങ്ത് വേണോ അത്രയും ലെങ്ത് നമ്മൾ ഈ 7 സിംഗിൾ ക്രൂഷ്യയുടെ സ്പൈറൽ റൗണ്ട് ചെയ്തിട്ടേ പോകണം. ഇത് ചെയ്തിട്ടേ പോകണം. ഞാൻ നേരത്തെ ഒരെണ്ണം ചെയ്ത് വച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ചെയ്ത് നമുക്ക് എത്ര ലെങ്ത് വരെ വേണോ അത്രയും ലെങ്ത് വരെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പം നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എത്തുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ എൻഡിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതുപോലെ എത്ര ലെങ്ത് വരെ വേണോ അത്രയും ലെങ്ത് വരെ സ്പൈറൽ റൗണ്ട് ചെയ്തിട്ടേ പോകണം. ഓക്കെ, സ്പൈറൽ റൗണ്ട് ചെയ്തിട്ടേ പോകണം. കണ്ടിന്യൂ ചെയ്ത് പോകണം. ഈ കുറച്ച് റൗണ്ട് ഇത് കുറച്ചിങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും ഈ ബാലൻസ് ടൈലിയാണിനെ ഇതിനുള്ളിൽ ഈ റൗണ്ടിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലാക്കി വെച്ചാൽ മതി. എന്നിട്ടിനി നമുക്ക് എത്ര ലെങ്ത് വരെ വേണോ അത്രയും ലെങ്ത് വരെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. 7 സിംഗിൾ ക്രൂഷ്യ മാത്രം സ്പൈറൽ റൗണ്ട് ചെയ്താണ് പോകുന്നത്. ഓരോരോ റൗണ്ടിൻ്റെ എൻഡിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് ക്ലോസ് ചെയ്യാതെ സ്പൈറൽ റൗണ്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് വരെ ചെയ്തിട്ട് നമുക്ക് എൻഡിലെത്തുമ്പോൾ കാണാം. നമ്മൾ ആവശ്യമുള്ള ലെങ്ത് വരെ ചെയ്തിട്ടുണ്ട്. ഇത് ഇനി ഈ കവറിനുള്ളിൽ ഈ മെറ്റൽ ബാൻഡിനെ കവറിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ കുറച്ചായിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. നമുക്ക് എൻഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എൻഡ് വരെ ചെയ്തിട്ട് ഈ ബാലൻസ് ചെയ്യാനിങ്ങനെ പുറത്തെടുക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഞാൻ നീളത്തിൽ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്ത് വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് യാണ് നീളത്തിൽ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാൻ കട്ട് ചെയ്തിട്ട് യാൺ നീഡിൽ ഉപയോഗിച്ച് യാണിനെ കോർത്തിട്ട് ഓരോരോ സ്റ്റിച്ചിനുള്ളിൽ കൂടി നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്ത് ആ റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ഒന്ന് പുറത്തുനിന്ന് എടുത്താൽ മറ്റേത് അകത്തുനിന്ന് എടുക്കണം. പിന്നെ പുറത്തുനിന്ന് എടുക്കണം. ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് പോലെ വേണം ചെയ്യാനായിട്ട്.
ഇതിങ്ങനെ പുറത്ത് നിൽക്കുന്നത് നോക്കണ്ട, അത് അകത്ത് പൊക്കോളൂ. ഫുള്ളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് യാണ് നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് അത് ശരിയായിക്കോളും. ഓക്കെ, ഫുള്ളായിട്ട് 7 സ്റ്റിച്ചിനുള്ളിൽ കൂടിയും ഇത് 7 സ്റ്റിച്ചിനുള്ളിൽ കൂടിയും ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ ഇങ്ങനെ വലിക്കുമ്പോൾ ഇവിടെ ടൈറ്റ് ആയിട്ടുണ്ടോ. ഇനി യാണിനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് യാണിനെ ചുമ്മാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. ഓരോരോ സ്റ്റിച്ചിനുള്ളിൽ കൂടിയോ എങ്ങനെയെങ്കിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ബാലൻസ് ചെയ്യാണിനെ കട്ട് ചെയ്ത് കളയുക. സെക്യൂർ ആയിരുന്നോളൂ. ഇനി ബാലൻസ് ചെയ്യാണിനെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹെഡ് ബാൻഡിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. അതായത് ഹെഡ് ബാൻഡിൻ്റെ നമ്മളൊരു കവർ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഫ്ലവർ ചെയ്യണം. ഇതുപോലെ ഫ്ലവറാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്ലവർ ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് യെല്ലോ കളർ യാണാണ്. യെല്ലോ കളർ യാൺ എടുത്തിട്ട്, ഇതും 4 പ്ലൈ യാണാണ്. ആദ്യം ഗ്രീൻ കളറും 4 പ്ലൈ ആണ്. ഞാൻ ഫുള്ളായിട്ട് കോട്ടൺ 4 പ്ലൈ ആണ് യൂസ് ചെയ്താണ് ഈ ഹെഡ് ബാൻഡ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ യെല്ലോ കളർ യാൺ എടുത്തിട്ട് വീണ്ടും ഒരു മാജിക് റിംഗ് ചെയ്യണം. മാജിക് റിംഗ് ചെയ്തിട്ട് ചെയിൻ 1. ഇനി ഞാൻ മാജിക് റിങ്ങിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. ഈ ചെയിനിനെ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഇതിനുള്ളിൽ 10 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആദ്യം ഹുക്കിനെ യാണിൽ ചുറ്റിയിട്ട് ഇനി മാജിക് റിങ്ങിനുള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ച് മാജിക് റിങ്ങിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവന്ന് 3 ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ച് പുറത്ത് കൊണ്ടുവരണം. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇതിനുള്ളിൽ ഇനി 9 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. 9 2 3 4 5 6 7 8 9 10. ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ഈ ടെയിൽ യാണിനെ വലിച്ച് സെക്യൂർ ചെയ്യണം. ഈ ടെയിൽ യാണിനെ വലിച്ച് ഈ റൗണ്ടിനെ ക്ലോസ് ചെയ്യാനായിട്ട് ടെയിൽ യാണിനെ നല്ലതുപോലെ വലിച്ച് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റിലുള്ളത് ചെയിൻ സ്റ്റിച്ചാണ്. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൽ ഞാൻ വന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ല. അല്ലാതെ ഈ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനെ വിട്ടിട്ട് 2 4 6 8 10 സ്റ്റിച്ചസ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിനെ വിട്ടിട്ട് ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യനുള്ളിലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് റൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട്
എടുത്ത് ക്ലോസ് ചെയ്യുന്നില്ല. അതിന് പകരം പുറകിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത്, ഇങ്ങനെ പുറകിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത്, ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ പുറകിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഈ ആണിനെ ഈ ഹുക്കിനുള്ളിൽ ഇട്ടിട്ട് ഹുക്കിനുള്ളിലിട്ടിട്ട് ഇങ്ങനെയാണ് വലിച്ച് ഞാൻ റൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി ഭംഗിക്ക് നമുക്ക് റൗണ്ട് ക്ലോസ് ആയി കിട്ടും. അതിന് വേണ്ടി എന്നിട്ട് ഇവിടെ ഒരു ചെയിൻ വൺ ഇട്ട് റൗണ്ട് ക്ലോസ് ചെയ്താൽ. ഇനി കുറച്ച് യാൺ വിട്ടിട്ട് നമുക്കിനി ഈ യാണിനെ സെക്യൂർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് യാൺ വിട്ടിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഈ യാണിനെ പുറത്ത് കൊണ്ടുവരാം. ഞാനിങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പെറ്റൽസ് ചെയ്യാം. പെറ്റൽസ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് വൈറ്റ് കളർ യാണാണ്. വൈറ്റ് കളർ യാൺ എടുത്തിട്ട് നമുക്ക് ഇനി ഈ റൗണ്ടിൽ നമുക്കിതിനെ അറ്റാച്ച് ചെയ്യണം. യെല്ലോ കളർ യാണിൽ കൂടി വൈറ്റ് കളർ യാണിനെ നമുക്കിങ്ങനെ വലിച്ച് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, മാജിക് റിംഗ് ചെയ്തിട്ട് ഫസ്റ്റ് റൗണ്ട് ചെയ്തത് 10 ഹാഫ് ഡബിൾ ക്രോഷ്യ. എന്നിട്ട് നമ്മൾ യെല്ലോ കളർ യാണിനെ കട്ട് ചെയ്ത് കളർ ചേഞ്ച് ചെയ്ത് വൈറ്റ് കളർ യാണിനെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ചെയിൻ 3, 1 2 3. ഇനി 3 ഡബിൾ ക്രോഷ്യ ടുഗദർ ആണ് ചെയ്യുന്നത്. ആദ്യം ചെയിൻ 3 ഇട്ടിട്ട് ഇനി 3 ഡബിൾ ക്രോഷ്യ ടുഗദർ. അതായത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ഹുക്കിനെ യാണിൽ ചുറ്റണം. ചുറ്റിയിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ സെയിം സ്റ്റിച്ചിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് സ്റ്റിച്ചിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്തിട്ട് ഇപ്പം നമ്മുടെ ഹുക്കിൽ 1 2 3 ലൂപ്സ് ഉണ്ട്. 3 ലൂപ്സിൽ കൂടിയും പുറത്ത് കൊണ്ടുവരരുത്. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടി മാത്രം പുറത്ത് കൊണ്ടുവരാം. പുറത്ത് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ലൂപ്പിന് ഹുക്കിൽ തന്നെ ഹോൾഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്സ് ഉണ്ട്. അതങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും ഹുക്കിൽ കൂടെ യാണിനെ ചുറ്റിയിട്ട് സെയിം സ്റ്റിച്ചിൽ കൂടെ വീണ്ടും ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുത്ത് ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടിയും പുറത്ത് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ട്. 3 ലൂപ്സും ഇരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി യാണിന് ചുറ്റിയിട്ട് ഹുക്കിനെ സെയിം സ്റ്റിച്ചിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ച് പുറത്തെടുത്ത് ഫസ്റ്റ് 2 ലൂപ്സിൽ കൂടിയും പുറത്ത് കൊണ്ടുവരും. ഇപ്പം നമ്മുടെ ഹുക്കിൽ 1 2 3 4 ലൂപ്സ് ആണ് ഉള്ളത്. ഓക്കെ, 1 2 3 4 ലൂപ്സ് ആണ് ഉള്ളത്. ആ 4 ലൂപ്സിനുള്ളിൽ കൂടി ഇനി യാണിനെ വലിച്ച് പുറത്ത് കൊണ്ടുവരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പിക്കോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ്. അതായത് നമുക്ക് ഫ്ലവറിനെ ഇങ്ങനെ ചെറിയൊരു മൊന പോലെ ഒരു നാരോ കാണുന്നില്ലേ, ഇതുപോലെ ഈ നാരോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പീക്കോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 1 2 3 ചെയിൻ ചെയ്യാം. സെയിം 4 യാണിൻ്റെ കൂടിയും വലിച്ചു പുറത്ത് കൊണ്ടുവന്നിട്ട് സെയിം സ്റ്റിച്ച് തന്നെ വീണ്ടും എന്ത് ചെയ്യണം, 3 ചെയിൻ സ്റ്റിച്ച് 1 2 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് 1 2 3 ഈ തേർഡ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നാരോ പോലെ വരും. ഇതാണ് പീക്കോട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി ചെയിൻ 3 1 2 3 ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റിച്ച്. ഈ നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം.
സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് വീണ്ടും സെയിം സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷേ ടുഗദർ 1 2 3 ഇനി 4 ലൂപ്സിൽ കൂടിയും യാണിനെ പുറത്ത് കൊണ്ടുവരിക. ഇനി വീണ്ടും എന്തോ ചെയ്യണം, പീക്കോട്ട് 1 2 3 ചെയിൻ ഇട്ടിട്ട് തേർഡ് ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഇതാണ് പീക്കോട്ട് സ്റ്റിച്ച്. വീണ്ടും ചെയിൻ 3 1 2 3. ഈ ഫ്ലവർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമല്ലേ? നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് സെക്കൻഡ് പെറ്റൽ. അപ്പോൾ നമ്മളിപ്പോൾ 2 പെറ്റൽ ചെയ്തിട്ടുണ്ട്. 1 2 പെറ്റൽ ചെയ്തിട്ടുണ്ട്. 2 പെറ്റൽ ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ചെയിൻ 3 സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുക ഈ ഓരോരോ സ്റ്റിച്ചിൽ. അപ്പോൾ നമ്മളിവിടെ ഉള്ളിൽ 10 10 ഹാഫ് ഡബിൾ ക്രോഷേ ഉണ്ട്. അപ്പോൾ ഓരോരോ സ്റ്റിച്ചിലും ഇതുപോലെ തന്നെ സെയിം പാറ്റേൺ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും 3 ഡബിൾ ക്രോഷേ ടുഗദർ. ഇനി ഒരു പീക്കോട്ട് 1 2 3. തേർഡ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, തേർഡ് ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. വീണ്ടും ചെയിൻ 3 1 2 3. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഈ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കൽ കൂടി ഒരു കാണിച്ചു തരാം. ഇനി നമുക്ക് 4th പെറ്റൽ ചെയ്യാം. 1 2 3 സെയിം സ്റ്റിച്ചിൽ ആണ് 3 ചെയിൻ ഇട്ടത്. എന്നിട്ട് 3 ഡബിൾ ക്രോഷേ ടുഗദർ. നാല് ലൂപ്സിൽ കൂടിയാണ് പുറത്ത് കൊണ്ടുവരിക. പീക്കോട്ട് സ്റ്റിച്ച്. ചെയിൻ 3. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച്. മനസ്സിലായോ എങ്ങനെയാണ് പെറ്റൽസ് ചെയ്യേണ്ടതെന്ന്? അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോൾ 4 പെറ്റൽ ചെയ്തു, ഇനി 6 പെറ്റൽ ചെയ്യാനുണ്ട്. ഈ 6 പെറ്റലും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം, ഈ എൻഡിലെത്തുമ്പോൾ കാണാം. നമ്മളിപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പെറ്റലാണ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയിൻ 3 1 2 3 ചെയിൻ 3. ഇനി 3 ഡബിൾ ക്രോഷേ 3 ടുഗദർ. നാല് ലൂപ്സിനുള്ളിൽ കൂടിയും യാണിനെ പുറത്ത് കൊണ്ടുവരിക. ചെയിൻ 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. വീണ്ടും ചെയിൻ 3 ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ലാസ്റ്റ് പെറ്റലിനെ നമുക്ക് എൻഡ് ചെയ്യാം. ഇനി കുറച്ച് നമുക്ക് യാണ് സെക്യൂർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് യാണ് വിട്ടിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഈ യാണിനെ പുറത്ത് കൊണ്ടുവരണം. പുറത്ത് കൊണ്ടുവന്നിട്ട് യാൺ നീഡിലെടുത്ത് യാൺ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ യാണിനെ പുറകിലോട്ട് സെക്യൂർ ചെയ്ത് വെക്കണം. സെക്യൂർ ചെയ്തില്ലെങ്കിൽ യാൺ ഇളകി പോകും. അതിന് വേണ്ടിയിട്ട് പുറകിലോട്ട് സെക്യൂർ ചെയ്യാം.
നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. 10 പെറ്റൽസ് ഉള്ള ഫ്ലവറാണ്. ഈ ഫ്ലവറിൽ ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ബീഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. സെൻറ്ററിൽ ഇതുപോലെ ഇങ്ങനെ ബീഡ്സ് വയ്ക്കുവാണെങ്കിൽ നല്ല കുറച്ചുകൂടി കാണാനായിട്ട് ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ബീഡ്സ് വയ്ക്കാനായിട്ട് ഗ്ലൂ ചെയ്യാനായിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ ഇങ്ങനെ ലൈറ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. വച്ചിട്ട് ഇങ്ങനെ നടുക്ക് ഈ ബീഡും കൂടി വെക്കുവാണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതുപോലെ നമുക്ക് 5 ഫ്ലവേഴ്സ് വേണം ചെയ്യാൻ. ബാൻഡിൽ വെക്കാൻ വേണ്ടി 5 ഫ്ലവേഴ്സ് വേണം ചെയ്യാനായിട്ട്. 5 ഫ്ലവേഴ്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ബാൻഡിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇനി 4 ഫ്ലവേഴ്സ് കൂടി വേണം. ടോട്ടൽ 5 ഫ്ലവേഴ്സാണ് വേണ്ടത്. ഞാനിവിടെ 4 ഫ്ലവേഴ്സും ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട്. ബീഡ്സ് ഒക്കെ ഒട്ടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലിപ്പിൽ ഗ്ലൂ ചെയ്യണം. 1 2 3 4 5 ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ മാത്രം ഞാൻ കുറച്ച് വലിയ ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ ക്ലിപ്പ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ക്ലിപ്പും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ 4 ചെറിയ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു വലിയ ക്ലിപ്പ് കൂടി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ ഞാൻ സെൻറ്ററിലാണ് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഫ്ലവറിന് ഇതിൽ ഗ്ലൂ ചെയ്യാം. കാണിച്ചു തരാം എങ്ങനെയാണ് ഗ്ലൂ ചെയ്യേണ്ടത്. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ക്ലിപ്പിൽ ഫ്ലവറിന് ഗ്ലൂ ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഗ്ലൂ ചെയ്യുന്നത്. ആദ്യം ക്ലിപ്പ് എടുത്തിട്ട് ക്ലിപ്പിലോട്ട് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. കയ്യിൽ പെടാതെ സൂക്ഷിക്കണം, കാരണം ചൂടാണ്, കൈപ്പെട്ട പൊള്ളും. എന്നിട്ട് ഫ്ലവർ എടുക്കുക. ഫ്ലവർ എടുത്തിട്ട് ഇതിൻ്റെ മേലിൻ്റെ കൂടെ നടുക്കായിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചാൽ മതി. ഫുള്ള് കവറാവുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇങ്ങനെ പെട്ടെന്ന് ഇത് വെച്ചോടനെ തന്നെ അങ്ങനെ ഒട്ടിക്കോളും. ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ചോളും. കണ്ടോ, ബാക്കിൽ ഇങ്ങനെ വേണം ഗ്ലൂ ഗണ്ണിൽ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ചെറിയ ക്ലിപ്പുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ സൂക്ഷിക്കണം.
അപ്പോൾ ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ മറിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ഒട്ടിക്കുന്നതിനെക്കാട്ടിലും ഫ്ലവറിനെ മറിച്ച് വെച്ചിട്ട് അതുപോലെ ക്ലിപ്പിനെ മറിച്ച് വെച്ച് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ആയി. നമ്മളിപ്പോൾ 5 ഫ്ലവറും ഗ്ലൂ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഹെഡ് ബാൻഡിൻ്റെ പുറത്ത് വേണം ഇനി ഗ്ലൂ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ സെൻറ്ററിൽ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ വലിയ ക്ലിപ്പാണ് വയ്ക്കുന്നത്. ടച്ച് ചെയ്യാനായിട്ട് ആദ്യം ഗ്ലൂ ഗൺ എടുക്കുക. ഗ്ലൂ ഗൺ എടുത്തിട്ട് താഴെ ഫില്ല് ചെയ്യണം. താഴെ ഫില്ല് ചെയ്തിട്ട് സെൻറ്ററിലായിട്ട് കാണുന്നുണ്ടോ? സെൻറ്ററിലായിട്ട് ചെയ്യണം. കറക്റ്റായിട്ട് നമുക്ക് സെൻറ്ററിൽ വേണം വയ്ക്കേണ്ടത്. ഇതാണ് സെൻറ്റർ പോയിന്റ്. ഇവിടെ വേണം വയ്ക്കാനായിട്ട്. ഗ്ലൂ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് ഗ്ലൂ ആവത്തുള്ളൂ, ഒട്ടിയിരിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ 4 കൂടി ഇങ്ങനെ പിടിപ്പിക്കണം. ലാസ്റ്റ് ഇവിടെ ഈ രണ്ട് പ്ലേസിലും കൂടി ഗ്ലൂ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണാം. ഗ്ലൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. ഓക്കെ, കാണാൻ നല്ല രസമുണ്ടല്ലോ. നമ്മൾ നോക്കിയത് എന്താണ്, ഇതുപോലത്തെ ഹെഡ് ബാൻഡ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഇത് ഞാൻ 2 വയസ്സ് ബേബിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കസ്റ്റമൈസ്ഡ് ഓർഡറാണിത്. ഞാൻ ഇതുപോലെ ഓർഡറൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് എൻ്റെ കസ്റ്റമർ തന്നെയാണ് എനിക്കിത് പാറ്റേണൊക്കെ പറഞ്ഞു തന്നത്, ഇതുപോലെ വേണമെന്ന് പറഞ്ഞു തന്നത്, ഇതുപോലെ ക്ലിപ്പ് വെച്ച് വേണമെന്ന് പറഞ്ഞതാണ്. അപ്പം അതുപോലെ ഞാനിങ്ങനെ ക്ലിപ്പൊക്കെ വെച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് വേഗം ഇളകിപ്പോകില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ വളരെ ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി ഹെഡ് ബാൻഡാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്.
നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ക്രോഷ്യ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.